ഹലോ ഗൈസ്, അപ്പോൾ റെസ്പിറേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ടോപ്പിക്കൊക്കെ നിങ്ങൾ പഠിച്ചിട്ടെന്ന് ഓർക്കുക. ഗ്ലൈക്കോലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിനെ സ്പ്ലിറ്റ് ചെയ്ത് പൈറുവിക് ആസിഡ് ആക്കുന്ന സൈക്കിളിന് പ്രോസസ്സിന് പറയുന്ന പേരാണ് ഗ്ലൈക്കോലൈസിസ്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ സൈറ്റോപ്ലാസം. ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ കൊണ്ട് 2 പൈറുവിക് ആസിഡ് ഉണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് അറിയാം. എവിടേക്കാണ് ATP ADP ഉള്ളത്, എവിടേക്കാണ് എന്തൊക്കെയാണ് നടക്കുന്നതൊക്കെ എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ആൻഡ് ലെറ്റ്സ് മൂവ് ടു ദ സിട്രിക് ആസിഡ് സൈക്കിൾ. നമ്മളിപ്പോൾ നോക്കുന്നത് ക്രെബ്സ് സൈക്കിളാണ്. ഇതിന് മറ്റൊരു പേരാണ് സിട്രിക് ആസിഡ് സൈക്കിൾ, കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്നും ഇതിന് പേരുണ്ട്. സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് സിട്രിക് ആസിഡാണ്. പൈറുവിക് ആസിഡ് അസിറ്റൈൽ കോഎൻസൈം ആക്കിയിട്ടാണ് സിട്രിക് ആസിഡ് ആക്കുന്നത്. പിന്നെ ഉള്ള ബാക്കി എല്ലാ സ്റ്റെപ്സും നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. ഒരുപാട് കോഡുണ്ട്. ഞാൻ പഠിച്ച് വെച്ചിരിക്കുന്നത് CKSMO എന്നാണ്. സിട്രിക് ആസിഡ്, ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ്, സക്സിനിക് ആസിഡ്, മാലിക് ആസിഡ് ആൻഡ് ഓക്സാലിക് അസിറ്റിക് ആസിഡ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന എത്ര കാർബൺ എവിടേക്ക് എങ്ങനെയൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകുന്നതെന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഓർക്കുക. അപ്പോൾ നമുക്ക് ഇനി അനേറോബിക് റെസ്പിറേഷനിൽ എടുക്കാം. നമ്മൾ നേരത്തെ പഠിച്ചത് എയറോബിക് ആണ്, ഇപ്പോൾ പഠിക്കുന്നത് അനേറോബിക് ആണ്. അനേറോബിക് റെസ്പിറേഷൻ 2 തരത്തിലുണ്ട്. ആൽക്കഹോൾ ഫെർമെൻറ്റേഷനും ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനും. ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ നടക്കുന്നത് ഈസ്റ്റിലാണ്. ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ ലാക്ടോബാസിലസിലും മസിൽസിലാണ് നടക്കുന്നത്. ഈ ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ നടക്കുന്നത് പൈറുവിക് ആസിഡിൻ്റെയും ആൽക്കഹോൾ ഡീഹൈഡ്രേജനേസ് എൻസൈമിൻ്റെയും ബേസിലാണ്. ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ നടക്കുന്നത് ലാക്റ്റിക് ഡീഹൈഡ്രേജനേസ് എൻസൈമിൻ്റെ പ്രസൻസിലാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എത്തനോളും CO2 ആണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഫോട്ടോസിന്തസിസ് ചാപ്റ്ററിൽ ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സിൻ്റെ ഒരു ലോ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് പഠിക്കാതെ എന്തായാലും അത് പഠിച്ചിട്ട് പോവുക. ബ്ലാക്ക് മാൻ ആണ് അത് പ്രപ്പോസ് ചെയ്തതെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.